അതിന് മുമ്പ് ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മള് മൂന്നാള് മാത്രമല്ല, അപ്പൊ കുഴപ്പമില്ല കേട്ടോ. മുത്തുമോൻ, മുത്ത് 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 കുയിലേ കുയിലേ സ്നേഹം തരുമോ നീ. വേഗം തുടങ്ങടാന്നോ? പാട്ട് വേണ്ട. നിനക്ക് റെക്കോർഡ് ചെയ്യാനല്ലേ? വൃത്തിയായിട്ടാ റെക്കോർഡ് ചെയ്തിട്ട് മറ്റേ ഫേസ്ബുക്ക് കേട്ടാനല്ലേ? നിന്നെ നമുക്ക് ഉമർ റളിയല്ലാഹുവിനെ കുറിച്ച് പറയാം കേട്ടോ. എനിക്ക് ഞാൻ കുറച്ച് പൗഡറൊക്കെ ഇട്ടെ. ഏതായാലും റെക്കോർഡ് ചെയ്യുന്ന എനിക്ക് ഉറപ്പാണ്. കുറച്ച് പൗഡറും അത്തറൊക്കെ പൂശട്ടാന്. ഓക്കെ, പൗഡർ ഇട്ടു, അത്തറൊക്കെ പൂശി. അപ്പൊ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്റെ സ്നേഹം നിറഞ്ഞ നാട്ടുകാരെ, വീട്ടുകാരെ, ബയലക്സ് ചരിത്രത്തിൽ പുളകം കൊള്ളിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഈഗിൾ ഗ്രൂപ്പ്സിലെ മെമ്പേഴ്സ്, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഹാർദമായ ആശംസകൾ. അപ്പോ നമ്മൾ ഇന്നലെ തുടങ്ങി വെച്ചത്, ഇന്നലത്തെ ബാക്കി നമുക്ക് പറയാം. ഇന്നലെ നമ്മൾ എവിടെയാണ് നിർത്തിയത് മക്കളെ? മക്കളെ, നിങ്ങൾ ഇവിടെ കമന്റ് അടിക്കരുത്, കാരണം ഇത് വയലാണ്. കമന്റിന് ഉത്തരമില്ല. ബഹുമാനപ്പെട്ട അസുറക്ക് ചിരിക്കുകയാണ്. എന്തിനാണ് മോനെ നീ ചിരിക്കുന്നത്? ചിരി ആരോഗ്യത്തിന് നല്ലതാണെങ്കിലും ആവശ്യത്തിന് മാത്രമേ ചിരിക്കാൻ പറ്റുകയുള്ളൂ. എടാ ലിറ്റിൽ പ്രിൻസേ, ഇത് എന്തൊക്കെയാടാ നീ പറയുന്നത്? അപ്പോ നമുക്ക് ഇന്നലത്തെ ബാക്കി പറയാം. ഇന്നലെ നമ്മൾ എവിടെയാണ് നിർത്തിയത്? ഖാലല്ലാഹു തആല, അല്ലാഹു തആല പറയുകയാണ്. ഇവൻ ഓടിയോ? ഇവങ്ങോട്ട് ഓടി? ഇത് വയലല്ല, വല്യാണ്. ഞാനിപ്പഴാ നോക്കിയത്. വൃത്തിട്ടാണ്. നീ എന്തെങ്കിലും ഒന്ന് പറ, എന്നിട്ടും ആൾക്ക് റെക്കോർഡ് ചെയ്യാല്ലേ? ഓക്കെടാ. അപ്പോൾ ഈ സദസ്സുകളിൽ എല്ലാരും ഒന്ന് ഫ്രണ്ടിലോട്ട് വരട്ടോ. എനിക്കിങ്ങനെ നിങ്ങളെ കണ്ട് സംസാരിക്കണം, എന്നാലാണ് എനിക്കൊരു ഉഷാറ് കിട്ടുള്ളൂ. നിങ്ങളിങ്ങനെ അവിടെ ഇവിടെ മറ്റേ പീഠം മരത്തും അതേപോലെ മരത്തിന്റെ വീട്ടിലൊക്കെ പോയിരുന്നാല് എനിക്ക് ഒരു ഉഷാറ് കിട്ടില്ല. നിങ്ങളെ നേരിട്ട് കണ്ടുകൊണ്ട് എനിക്ക് സംസാരിക്കണം, എന്നാലാണ് എനിക്കൊരു ഉഷാറ് കിട്ടുള്ളൂ. 4 മിനിറ്റ് കഴിഞ്ഞു. ആകെ 10 മിനിറ്റ് ഉള്ളൂല്ലേ? അപ്പോൾ നമ്മൾ ഇന്നലെ നിർത്തിയത് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു. എടാ എന്റെ കൈ അങ്ങോട്ടും ഇങ്ങോട്ടും പോകണ്ടോ? ഈ 4 അറബികളും കയറി വരണോ? ഉമർ റളിയല്ലാഹു അൻഹു ഒരു കാട്ടാളൻ. ആ സമയത്ത്, ആ മുസ്ലിമായ സമയത്ത് റസൂലുള്ളാഹിനെ വധിക്കാൻ വന്നു. ആരടാ മുഹമ്മദ്, ആരടാ മുഹമ്മദ് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കുതിരപ്പുറത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാൻ വേണ്ടി പോവുകയാണ്. ഉഷാറിലടാവത് ഏക്ക വേണം. ഇതൊക്കെ നിനക്കറിയോ? പിന്നെ എനിക്കറിയാതെ. എടാ നീ ഇടയിൽ ചോദിക്കല്ല, എനിക്ക് ആ 10 മിനിറ്റ് ഉള്ളൂ. അതിപ്പോ 5 മിനിറ്റ് ഇപ്പൊ തന്നെ കഴിഞ്ഞു. ഞാൻ അധികം റെക്കോർഡ് ചെയ്യേണ്ടി വരും. അങ്ങനെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാൻ വേണ്ടി കുതിരപ്പുറത്ത് ഊരിപ്പിടിച്ച വാളുമായി ഉമർ റളിയല്ലാഹു അൻഹു ഒരു കാട്ടാളനായി അങ്ങനെ കുതിരപ്പുറത്ത് റസൂലുള്ളാഹിന്റെ വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ പോകുമ്പോൾ ഒരു സഹാബത്ത് ചോദിച്ചു, ഉമറേ നീ എങ്ങോട്ടാണ് പോകുന്നത്? അപ്പോൾ കാട്ടാളനായ ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ആ മുഹമ്മദ് എവിടെ? ആ മുഹമ്മദ് നമ്മുടെ അനുയായികളെ അവന്റെ മതത്തിലേക്ക് കൊണ്ടുപോകുന്നു എന്നറിഞ്ഞു. അവന്റെ തല ഞാൻ വെട്ടും, പക്ഷേ തല ഞാൻ വെട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു പോകുമ്പോൾ ആ സഹാബി പറയുകയാണ്, ഉമറേ ഒന്ന് നിൽക്കണേ, ഒന്ന് നിൽക്കണേ. അതിനു മുമ്പ് നിന്റെ പെങ്ങൾ ഫാത്തിമനെ തോന്നുന്നുണ്ടോ? നിന്റെ പെങ്ങൾ മുസ്ലിമായ വിവരം നീ അറിയുന്നുണ്ടോ? ആദ്യം അവളുടെ തലവെട്ട് പോയിട്ട് എന്നിട്ട് മതി റസൂലുള്ളാഹിന്റെ തലവെട്ടൽ. അത് അറിഞ്ഞ വിഷയം തന്നെ. ആ ഉമർ റളിയല്ലാഹു നീ ചിരിക്കല്ലേ, എന്റെ കൺട്രോൾ, എന്റെ കോൺസെൻട്രേഷൻ വൃത്തിയായിട്ടവിടെ. ഉമർ റളിയല്ലാഹു അൻഹു ഫാത്തിമ എന്ന് പറഞ്ഞ വേറെ ഏതൊരു മകളുണ്ട് കേട്ടോ, എനിക്ക് ഓർമ്മയില്ല. ഫാത്തിമ നമുക്ക് വെക്കവിടെ. ഉമറിന്റെ അനിയത്തിയാണ് ഫാത്തിമ. അനിയത്തില്ലടാ, മകള്. ഉമറിന് വേറെ മക്കളുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാല് എന്താന്ന് വെച്ചാല്
കുറെ മക്കളുണ്ട്. പെൺകുട്ടികളൊക്കെ കൊന്ന്, എന്താ പറയാ, അന്ന് അറബി കാട്ടറബികളുടെ കാലത്ത് അങ്ങനെയല്ലേ, അറബി പെൺകുട്ടികളുണ്ടായത് അവർക്ക് മോശമാണ്. അപ്പൊ കുഴിച്ചിടും, മരുഭൂമിയിൽ കൊണ്ടുപോയി കുഴിച്ചിടും. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു സ്വന്തം മക്കളെ എത്ര, 4 5 എനിക്ക് ഓർമ്മയില്ല, മക്കളെ കൊണ്ടുപോയിട്ട് മരുഭൂമിയിൽ കുഴിച്ചിട്ടിക്കണു. എടാ അത് ഫാത്തിമ എന്ന് പറഞ്ഞ ഒരു ഇത് മാത്രല്ല, ഒരു മകള് മാത്രല്ല, അത് എനിക്കറിയാം. വേറെ എത്ര ഫാത്തിമാരുണ്ട്? ഉമർ റളിയല്ലാഹുവിന്റെ മകള് വേറെ ഉണ്ടല്ലോ. അതുപോലെ തന്നെ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് കുടുംബക്കാരാടാ. സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ മകളാണ് ആയിഷ. ഉമറിന്റെ പെങ്ങൾ മുസ്ലിമായ എന്നേ ഉള്ളൂ. നെയ്യം പറയുന്നില്ല. ഉണ്ട്, നെയ്യം പറയുന്നുണ്ട്. എന്നിട്ട് അവളെ ഇത് ചരിത്രടാ, ഇത് ശരിക്കും പറയണമെങ്കിൽ അതിന് എക്കോ വേണം. നീ ഇവിടെ എക്കോ ഇല്ല, ഒന്നുമില്ല. എടാ മൂട്, ഒരു മനുഷ്യരും ഇല്ല. എന്ന് പിന്നെ എങ്ങനെ ഞാൻ പറയാ? നീ മാത്രം ഉണ്ട് ഇവിടെ. എന്നാ കണ്ടിന്റ്. ബഹുമാനപ്പെട്ട ഫുഡൂസ് ഉസ്താദ് വന്നിരിക്കുകയാണ്. ഫുഡൂസിനെ അങ്ങോട്ട് മുമ്പിലേക്ക് ചെയറിട്ട് കൊടുത്തിട്ട് അസുർക്കാൻ നീ സഹകരിക്കണം. എവിടെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്? മക്കളെ നിങ്ങൾ കേട്ടോളും. അങ്ങനെ ഉമർ റളിയല്ലാഹു, ഈ 1 മണി അടച്ചടച്ച പൂപ്പ. ഉമർ റളിയല്ലാഹു അൻഹു ഉരുപ്പിളിച്ച വാളുമായി കൊണ്ടൂർ അൽ സേഖ് ഫുഡ് അൽ ഖാദിരി മൂതിരി. എടാ 10 മിനിറ്റായ പറയാൻ കേട്ടോ, വൃത്തിട്ടാടെ. എനിക്ക് FB അവിടെ ഇവിടെ മെസ്സേജ് ഒക്കെ വരുന്നുണ്ട്, അതിനൊക്കെ റീപ്ലൈ കൊടുക്കണം. അതൊന്നും നോക്കാതെ ഞാൻ വയർന്ന് നോക്കണേ. നീ സ്പീച്ച് കണ്ടിന്യൂ. അങ്ങനെ സ്പീച്ച് ഒന്നുമില്ല, ആ കഴിഞ്ഞു. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു ബാബു MSP ഇറങ്ങിപ്പോയി. ബൈഡു 0 അതൊരു 9 പോട്ടെ. ഡായ് മോളെ നീ ഇവിടെ ഉണ്ടോ? ഡായ്ക്ക് ഉണ്ടെങ്കിലേ പറയാൻ സുഖമുള്ളൂ. എടാ വാതൊന്നും വേണ്ട, നമുക്ക് കത്തി വെക്ക എന്തേലും. നേരെ പാട്ട് പറട്ടെ. അഖിലാണ്ട മണ്ഡലം. ഇതാണ് ബാബു, ഇത് ബൈഡു. എന്താണ് ബൈഡു 0? അത് ഞാൻ പറഞ്ഞില്ലേ. അഖിലാണ്ട മണ്ഡല വേണ്ട. ഞാനൊരു പാട്ട് പഠിച്ചിട്ടുണ്ട്, കൈതപ്പൊത്തിൽ വെച്ചിട്ടുണ്ട്. അപ്പം തന്നാൽ ഇപ്പ പാടാം, ശർക്കര തന്നാ നാളും പാടാം. വലൈക്കും അസ്സലാം. കി ഉസ്താദ് ഇവിടെ ഹാജരായിരിക്കുകയാണ്. അപ്പോ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളില്ല. 8 മിനിറ്റായി. എടേ റസൂലുള്ളാഹിനെ വധിക്കാൻ വന്ന ഈ ഉമർ റളിയല്ലാഹു അൻഹുവാണ് ലാസ്റ്റ് മറ്റേ റസൂലുള്ളാഹി വഫാത്തായി എന്ന് പറഞ്ഞപ്പോ, ആരുടെ റസൂലുള്ളാഹി വഫാത്തായി എന്ന് പറഞ്ഞു, അവന്റെ തല ഞാൻ വെട്ടുമെന്ന് പറഞ്ഞത്. അങ്ങനെ കാട്ടറബി ആയിട്ട് നടന്നിരുന്ന ഒരു ആളെ പിടിച്ചിട്ട് ഇമാന്റെ പവർ കാണിച്ചു. റൂം മാറിയോന്നോ? ആടാ ഇത് അഡൽട്ട് റൂമാണ്. അത് ഉമർ റളിയല്ലാഹു അൻഹു അതന്നെയാണ്. ഉമർ റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പേടിയായിരുന്നു. ആ മക്കയിലെ എല്ലാവർക്കും പേടി. ഏറ്റവും പേടി എന്ന് പറഞ്ഞാൽ ഉമർ റളിയല്ലാഹു അൻഹുവാണ് അവിടെ. അത് കഴിഞ്ഞിട്ട് പിന്നെയാണ് അബൂജഹലിനെക്കാളും പവർ അവിടെ ഉമർ റളിയല്ലാഹു അൻഹുവാണ്. ഉമർ റളിയല്ലാഹു അൻഹു കണ്ടാൽ തന്നെ ആൾക്കാർ മാറിക്കും, അത്രക്കും പേടിയിരുന്നു അവിടെ. റസൂലുള്ളാഹി പ്രാർത്ഥിച്ചിട്ടുണ്ട്, പടച്ചോനെ ഉമറിനെ കൊണ്ടോ അബൂജഹലിന്റെ പേര് അബു ഹിക്മത്ത് എന്നാണ്. അബു ഹിക്മത്തിനെ കൊണ്ടോ നീ ഇസ്ലാമിനെ നീ വളർത്തണേന്ന് പറഞ്ഞു. അത് നേരെ ഉമർ റളിയല്ലാഹു അൻഹു കിട്ടി. അബൂജഹലിനെ കൊല്ലും ചെയ്തു. അബൂജഹലിന് എന്ന് പറഞ്ഞാ, അബൂജഹല് ഭയങ്കര പണക്കാരനാണ്, പക്ഷെ ഭയങ്കര ഇതാണ്, തണ്ടാണ്. പക്ഷെ അവന്റെ വീട്ടിൽ എന്ന് പറഞ്ഞാല് അവന്റെ ഭാര്യക്ക് ഒരു വിലയില്ല. അവന്റെ ഭാര്യ അവനെ കഞ്ഞിന്ന് അത്ര വിളിച്ചിരുന്നത്. കാരണം അവന്റെ ഭാര്യയുടെ മുമ്പിൽ അവൻ വെറും പൂച്ചയാണ്. പുറത്ത് പുലിയാണ്, ഭാര്യയുടെ മുമ്പിൽ പൂച്ചയാണ്. അവന്റെ ഭാര്യ കൊണ്ട് അവനക്ക് അബൂജഹൽ എന്ന് പേരിട്ടിട്ടുണ്ട്. വിഡ്ഢികളുടെ വാപ്പ. വിഡ്ഢികളുടെ വാപ്പ എന്നല്ല അബൂജഹലിന്റെ അർത്ഥം. അബു ഹിക്മത്ത് എന്ന അവന്റെ പേര്. അവന്റെ ബുദ്ധി കണ്ടിട്ടാണ് അവന്റെ ഭാര്യയുടെ മുമ്പിൽ അവൻ വെറും പൂച്ചയാണ്, പുറത്താവ് ഭയങ്കര പുലിയാണ്. ഭാര്യന് അവനക്കൊരു വിലയില്ല, ഭാര്യക്ക് അവനൊരു വിലയില്ല. ഭാര്യ വരച്ച വരയെ നിർത്തുക. നിന്നെ പോലെയാണ് അതിന്. എന്റെ ഭാര്യ എങ്ങനല്ലടാ. എന്റെ ഭാര്യ എന്ന് പറഞ്ഞാല് എന്നും അവള്, എന്താടാ പാട്ട്, പക്ഷെ വാണ്ട സമയത്ത് പാട്ടും കിട്ടില്ല. എന്നും എന്റെ ഭാര്യ എന്നും എന്റെ കൊട്ടാരത്തിൽ കിടന്നുറങ്ങണ പെണ്ണ, എന്നും എന്റെ ഭാര്യ
സുഖദുഃഖ സന്തോഷങ്ങളിൽ ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിക്കും. എന്നും എന്നോട് മനസ്സിനുള്ളിൽ അങ്ങനെയല്ലേ ലിറിക്കൊക്കെ പറഞ്ഞിട്ട്. അതിന്റെ ബാക്കി എന്താണ്? എന്നും എന്നോട് മനസ്സിനുള്ളിൽ ബീവിയായൊരു പെണ്ണായി, എന്നും എന്നോട് ഭാര്യ. വലൈക്കും സലാം. അൽഹംദുലില്ലാഹ്. معلومة كده انت لا شوف يريد تسوي هذا بيانات شوية الحين ضروري يعني ما مكتبة مقفول.